ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിർമ്മലയും കൊണ്ട് ഗൗതം ഇങ്ങനെ പാറുവിൻ്റെ മുന്നിലോട്ട് കയറി വരുമ്പോൾ വസുന്ധര അവിടെ എത്തുന്നു കേട്ടോ. അപ്പോൾ വസുന്ധരയാണെങ്കിൽ ഇവരാര് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം പറയാൻ ഗൗതം തയ്യാറാവുന്നില്ല കേട്ടോ. എന്നാൽ ഈ സമയം അവിടെ ഉടൻ തന്നെ പാറു, എന്താ ആരെയും കൊണ്ടാണ് ഗൗതം നീ വന്നിരിക്കുന്നത്? ഇത് നിർമ്മല എന്ന് പറയാനിട്ടോ. ഇതേ സമയം അവർ നമസ്കാരമുണ്ട് എന്നുള്ള ആ ഒരു ഇതിൽ കൈകൂപ്പാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അത് കണ്ടു നിൽക്കാൻ പാറുവിന് കഴിയില്ല. അവളുടെ ഒരു നമസ്കാരം വന്നിരിക്കുന്നത് കണ്ടില്ലേ ഗോപിയേട്ടാ, നമ്മുടെ മനസ്സമാധാനം കെടുത്താൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിധിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നിധിയാണെങ്കിലോ നല്ല സന്തോഷവതിയാണ്. അങ്ങനെ പാറുവിൻ്റെയോട് പറയണം, അമ്മേ പാറു, നീ എന്നെ പാറു എന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്നെ ഉച്ചരിക്കാൻ പാടുള്ള അമ്മയെ ഞാൻ ഈ അമ്മയെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, അല്ല ഇവരെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, ഇവരുടെ പേര് നിർമ്മല എന്നാണ്, അതുകൊണ്ട് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ വീട്ടിലെ വീട്ടുജോലിക്കാണെന്ന് പറഞ്ഞിട്ടോ. ഇത് കേട്ടോടൻ തന്നെ വസുന്ധര, ആര് പറഞ്ഞു നിന്നോട് ഇവരെ വീട്ടുജോലിക്ക് കൊണ്ടുവരാനെന്ന് പറയുമ്പോൾ സുന്ദരക്ക് പറയേണ്ടി വന്നില്ല. അപ്പോഴേക്കും അവിടെ പറയുന്നത് ഈ പറയുന്ന പാറു ആയിരിക്കൂട്ടോ. നിന്നോട് ആര് ചോദിച്ചിട്ടാണ് ഇവരെ ഈ വീട്ടുജോലിക്ക് കൊണ്ടുവന്നത്? ആരെങ്കിലും നിന്നോട് ഇവരെ വീട്ടുജോലിക്ക് കൊണ്ടുവരാൻ പറഞ്ഞോ എന്ന് പറയുമ്പോൾ, അമ്മേ ഇവിടെ ഒരു വീട്ടുജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. നിധി പറഞ്ഞോ? നിധി നീ ഇത് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, നിധി എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? നീ നല്ല ധൈര്യത്തിൽ പറയടോ എന്ന് നിധിയോട് പറയുന്നുണ്ട് കേട്ടോ ഗൗതം. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ നിധി യെസ് എന്ന് പറയാനായിട്ടാ. അത് കേട്ടാ പാറുവിനങ്ങ് ദേഷ്യം പിടിക്കുക. ആരോട് ചോദിച്ചിട്ട് നീ ഇവിടെ വീട്ടു ജോലിക്ക് ആളെ കൊണ്ടുവരാൻ പറഞ്ഞു? നിന്നോട് ഞാൻ പറഞ്ഞിരുന്നോ? നിനക്ക് വേണമെങ്കിൽ ഞാൻ സഹായിക്കില്ലേ? ഇത്രയും നാളും ഇവിടെ എല്ലാ പണികളും ഞാനല്ലേ ചെയ്തിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പാറു നിർത്താതെ പറയുമ്പോൾ അവിടെ ശിവാൻ ഇങ്ങനെ വസുന്ധരയോട് ചോദിക്കുക, ഇതെന്താ നമ്മൾ പറയേണ്ടതൊക്കെ അവർ പറയുന്നത്, ഇതിലെന്തോ ഒരു ട്രാപ്പുണ്ട്, അത് മനസ്സിലാക്കണം എന്നിങ്ങനെ വസുന്ധരയോട് പറയുമ്പോൾ വസുന്ധര പറയാണ് ശരിയാണല്ലോ എന്നിങ്ങനെ പറയട്ടെ. അപ്പോൾ ഗൗതം പറയണേ, പാറു ഒന്ന് അടങ്ങ് ഞാനുള്ളത് പറയട്ടെ, ഞാൻ ഇവർക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. ഇത് നിർമ്മല, ഈ നിൽക്കുന്നത് നിർമ്മലയാണ്. അപ്പോൾ ഉടൻ തന്നെ അവരിങ്ങനെ ദേഷ്യപ്പെടാൻ ഒരുങ്ങുമ്പോഴേക്കും സംസാരിക്കുന്ന എൻ്റെ അമ്മ പാറു, അത് എൻ്റെ അച്ഛൻ ഗോപി, ഈ നിൽക്കുന്നത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണെന്ന് പറയട്ടോ. അമ്മയെന്ന് വിളിച്ചിരുന്ന വസുന്ധരയെ അച്ഛൻ്റെ പെങ്ങൾ എന്ന് വിളിക്കുമ്പോൾ വസുന്ധരയാകെ ഞെട്ടിപ്പോകണട്ടോ. ഈശ്വര, എൻ്റെ മകൻ എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ യെസ്, ഇത് എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ എന്ന് പറയട്ടോ. അപ്പോൾ ഉടൻ തന്നെ പിന്നീട് ശിവാനിയെ ഈ പറയുന്ന പ്രണവിനെയാണ് കാണിക്കുന്നത്. ഇതെൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യയാണ്, പിന്നീട് ഇതെൻ്റെ പെങ്ങൾ യാമിനിയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. ഇതെൻ്റെ ഭാര്യ, ഈ ഭാര്യയ്ക്ക് വേണ്ടിയാണ് അമ്മയെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്. എന്താടാ നീ വിളിച്ചത്? അപ്പോഴേക്കും പാറു പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നിധി അവിടെ ഇടപെടുകയാണ്. സോറി ഗൗതം അവിടെ ഞാൻ അമ്മയെന്ന് തന്നെ വിളിക്കുന്നത്. പക്ഷേ ഇവർ എൻ്റെ ജീവൻ രക്ഷിച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ വീട്ടിൽ പണിക്ക് നിർത്തണമെന്ന് എനിക്ക് തോന്നി. ഇവർക്കൊരു സഹായം വേണം, പണത്തിന് ഒന്നിനും വേണ്ടിയല്ല എന്ന് പറയുമ്പോൾ പാറു പറയണേ, ഇവിടെ നിധി നിനക്ക് സഹായം വേണമെങ്കിൽ എന്നോട് പറയാം, ഇവിടെ ആരെയും പണിക്ക് നിർത്തുന്നില്ല. അപ്പോഴേക്കും വസുന്ധര പറയണേ, നിർത്തുന്നില്ല എന്ന് പറയുമ്പോൾ നീ മിണ്ടണ്ട, ഞാൻ ഇടപെട്ടോളാം ഇതില്ലേ. നിധി, നിനക്ക് ഇവിടുത്തെ കുടുംബകാര്യം ഏറ്റെടുത്തെന്ന് വെച്ച് ഇവിടുത്തെ പണി ചെയ്യാൻ കഴിയില്ല. ആരോട് ചോദിച്ചിട്ട് നീ ഇവിടെ പണിക്ക് നിർത്തിയത്? അത് കേട്ടോടെ തന്നെ ശിവാനി ചോദിക്കണം, ആരോട് ചോദിച്ചേ? അപ്പോൾ തന്നെ ഗൗതം പറയണേ, നിങ്ങൾക്ക് എല്ലാവർക്കും വെച്ചുണ്ടാക്കി തരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പറയുന്ന ഈ അമ്മയെ കൊണ്ടുവന്നിട്ട് ഉള്ളത്, അവരിവിടെ നിൽക്കട്ടെ എന്ന് പറയാനേട്ടോ. ഇതേ സമയം പാറു ഇങ്ങനെ പൊട്ടിത്തെറിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ഗൗതമാകെ ഞെട്ടിപ്പോണ്. അപ്പോൾ ഉടൻ തന്നെ ശിവാനി വീണ്ടും പറയാൻ, എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ട്, എന്താണിത്? അപ്പോൾ ഉടൻ തന്നെ വസുന്ധര ചോദിക്കുകയാണ്, സത്യത്തിൽ ഈ നിൽക്കുന്ന നിങ്ങൾ ആരെന്ന് നിർമ്മലയോട് ചോദിക്കുകയാണ്. നിർമ്മല ഇത് കേട്ട് ഞെട്ടുന്നു, പാറുവും ഗോപിയും ഞെട്ടുന്നു, കൂടെ ഈ പറയുന്ന നിധിയും ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്ത് ചോദ്യമാണ് ഇവർ ഈ ചോദിക്കുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ പാറു നിൽക്കുമ്പോൾ വസുന്ധര ചോദിക്കുകയാണ്, പോട്ടെ നിങ്ങൾ ആരെന്ന് പറയാൻ നിങ്ങൾ വേണ്ട, ഇവിടെ നിങ്ങളെ പരിചയമുള്ള ആര്, എന്ത് ധൈര്യത്തിലാണ് നിങ്ങളെ വീട്ടുജോലിക്ക് നിർത്തുക എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണേ, അതെ നിങ്ങളിപ്പോൾ എന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത്? ഇവിടെ വീട്ടുജോലിക്ക് ഒരാളെ ആവശ്യമുണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇവരെ കൊണ്ടുവന്നത്. അപ്പോൾ ഉടൻ തന്നെ പാറു അതിൽ ഇടപെടുകയാണ്. എന്താ ഇപ്പോൾ വസു ചോദിച്ചതിൽ കുഴപ്പം, ഇവർക്ക് അവിടെ ആരാണ് സത്യത്തിൽ ഉള്ളത്? അപ്പോൾ ഉടൻ തന്നെ അവിടെ നിർമ്മല ഇടപെടുകയാണ് കേട്ടോ. നിർമ്മല പറയണം, അതെ എനിക്ക് എന്ന് പറയുമ്പോഴേക്കും പാറു നിർമ്മലയെ ഒരൊറ്റ തള്ളാണ് കേട്ടോ. മര്യാദക്ക് പോകുന്നുണ്ട്, അവളുടെ ഒരു ബാഗും ഇതും എന്ന് പറയട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശിവാനെ അവിടെ സംസാരിക്കണേ, എന്താ ഇവിടെ വീട്ടുജോലിക്ക് നിർത്താൻ ഗൗതം നിനക്ക് ഇത്ര തിടുക്കം? ഇത് കണ്ടില്ല ഗൗതം, ഇത് കണ്ടില്ല പ്രണവ്, എത്ര പെട്ടെന്നാണ് കേട്ടോ ഇപ്പോൾ ഭാര്യയുടെ വാക്കുകൾ കേട്ടിട്ട് വീട്ടുജോലിക്ക് ആളെ കൊണ്ടുവന്നത്. എന്നാൽ കോഫി ഷോപ്പ് ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായ തല്ല ആലോചിച്ച് നോക്കേ. ഇതാണ് പ്രണവ് ഞാൻ പറയുന്നത്, നീ
വെറും വേസ്റ്റ് ആണെന്ന്. അത് കേൾക്കുന്ന ഗൗതമിനെ അങ്ങ് ദേഷ്യം പിടിക്കണം. ഗൗതം പറയണേ സൂക്ഷിച്ച് സംസാരിക്കണം, സംസാരം അതിര് കിടക്കുന്നു, ഇത് കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ലെന്ന് ഗൗതം പറയണേട്ടാ. അപ്പോൾ ഉടൻ തന്നെ പ്രണവിന് ദേഷ്യം പിടിക്കണം, എൻ്റെ ഭാര്യയോട് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോഴേക്കും പാറു ഇടപെടണം. കണ്ടില്ലേ നിങ്ങളെന്ന സ്ത്രീ ഈ വീട്ടിൽ കാലി കുത്തിയതുള്ളൂ, അപ്പോഴേക്കും എൻ്റെ 2 മക്കൾ തമ്മിൽ തല്ലുന്നത് കണ്ടില്ലേ എന്ന് നിർമ്മലയോട് പറഞ്ഞിട്ട് നിർമ്മലയുടെ ബാഗൊക്കെ കണ്ട് എടുത്ത് വലിച്ചെറിയാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ കാലി കുത്തിയപ്പോഴേക്കും ഈ വീടിൻ്റെ നാശം സംഭവിച്ചു. അത് കാണുന്ന ശിവാനിയും വസുന്ധരയും ഞെട്ടിപ്പോവാണ്. എപ്പോഴോ ഉണ്ടല്ലോ ഈ വഴക്ക്, പിന്നെന്താ ഇവരിങ്ങനെ പറയുന്നതെന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണം. അങ്ങനെ നിർമ്മലയെ പിടിച്ച് തള്ളാണ്. അപ്പോൾ ഗൗതം അവിടെ ഇടപെടാണ്. പാറു എന്താണ് ഇങ്ങനെ മനുഷ്യ സ്വഭാവമില്ലാതെ ആളുകളോട് പെരുമാറുന്നത്? എൻ്റെ പാറു ഇങ്ങനെയല്ല, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാറു തീർച്ചയായും എന്താ ചെയ്യാറ്, അവരെ ജീവൻ രക്ഷിച്ചു കൊണ്ടുവരാറാണുള്ളത്. എന്നാൽ എൻ്റെ പാറു ഇപ്പോൾ ചെയ്തത് എന്താ? ഇപ്പോൾ എന്താ എൻ്റെ പാറുവിന് പറ്റിയത്? ഇത്രയും വൈരാഗ്യം ഇവരോട് എന്തിനാണ്? പാറു ഇതിനു മുന്നേ ഇവരുമായി പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പാറു ഞെട്ടിപ്പോയിട്ടോ. പാറുവിനൊന്നും മിണ്ടാനാവാത്ത ആ വാക്കുകളാണ് ഗൗതം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാറു ഒന്ന് നിശബ്ദമാവുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഗൗതം എന്ത് പറയുന്നു, എൻ്റെ പൊന്നു പാറുവല്ലേ, എൻ്റെ സ്വന്തം അമ്മയല്ലേ, എൻ്റെ അമ്മ എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന കരുതിയത്. അപ്പോൾ ഉടൻ തന്നെ നിർമ്മല പറയണേ, എന്തേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഒരിക്കലും എനിക്ക് നിങ്ങൾ ശമ്പളം തരേണ്ട, ശമ്പളം തരുമെന്ന് കരുതിയിട്ടാണെന്ന് നിങ്ങൾ കരുതണ്ട. എനിക്ക് ആരുമില്ല, എനിക്ക് 3 നേരത്തെ വിശപ്പിന് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്, ഞാനിവിടെ നിന്നോട്ടെ. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ നിൽക്കരുതെന്നല്ല എന്നോട് പറഞ്ഞത് എന്ന് പാറു പറയുമ്പോൾ അവിടെ ഗൗതം ഇടപെടാനായിട്ട് ഗൗതം പറയണേ, എൻ്റെ പാറു എന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, പാറു ഒന്ന് നിർത്ത്, വഴക്ക് കൂടാതെ പാറു ഒന്ന് നല്ല മൈൻഡോട് കൂടി ചിന്തിക്ക്. അവരെന്താണ് പാറുവിനോട് പറഞ്ഞത്? ഇവിടെ നിൽക്കാനല്ല, അവർക്കൊരു ജോലി ഇല്ലാത്തത് കൊണ്ടല്ലേ, എവിടെയെങ്കിലും തട്ടിമുട്ടി പാറു അവിടെ നിന്നോട്ടെ, പാറു ഇതിൽ എതിർപ്പ് പറയരുത്. ഈ മകൻ്റെ വാക്കുകൾക്ക് പാറു എപ്പോഴും ഒപ്പം നിന്നിട്ടേ ഉള്ളൂ. ഇന്നെന്താ പാറുവിന് ഇത്ര ദേഷ്യം എന്നെങ്കിൽ പറയുമ്പോൾ പാറു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പാറു മിണ്ടാത്തത് കൊണ്ട് തന്നെ ഗൗതം പറയാണ്, ഈ മൗനം എനിക്ക് മനസ്സിലായി, ഈ അമ്മയെ ഇവിടെ നിർത്താന്ന്. അതുകൊണ്ട് നിധി നീ പെട്ടെന്ന് ഇവരെ കൊണ്ടുപോയിക്ക. അപ്പോഴേക്കും പറയും എടാ എന്ന് പറയുമ്പോൾ ഇനി ഒന്നും പറയണ്ട, ഇവരിവിടെ വീട്ടു ജോലിക്ക് നിൽക്കട്ടെ എന്ന് പറയണ്ട. അങ്ങനെ ഇത് കേട്ട പാടെ നിധി ഈ നിർമ്മലയെ അങ്ങ് കൊണ്ടോടുകയാണ്. എന്നാൽ ഈ സമയം ഇവിടെ ഈ പാറുവിനെ ആകെ ടെൻഷനാവുന്നത് വസുന്ധര ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശിവാനി ശ്രദ്ധിക്കുന്നുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ കാണുന്നു എന്നിങ്ങനെ വസുന്ധരയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്, എന്തോ അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ വസുന്ധര ശിവാനിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും കഥകൾ മാറി മറിയാണ്. ഇപ്പോൾ എന്നും കാണുന്ന കഥയല്ല ഇനി വരാൻ പോകുന്നത്. ഇനി ഗൗതമിൻ്റെ സ്വന്തം അമ്മ ആ വീട്ടിൽ വന്നിരിക്കുന്ന സത്യം ഇനി വസുന്ധര അറിയുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് വേറെയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഇനി ശിവാനിയുടെ യഥാർത്ഥ സ്വഭാവം ഇനി പുറത്തു വരികയാണ്. ശിവാനി ആരെന്നുള്ള ആ സത്യം ഇനി പുറത്തു വരാൻ പോവാണ്. പ്രണവ് അത് മനസ്സിലാക്കാണ്. തന്നെ വിറ്റ് ജീവിക്കാനാണ് ഈ പറയുന്ന ശിവാനി വന്നിരിക്കുന്നത് എന്ന സത്യം അറിയുമ്പോൾ ഇനി പ്രണവ് ലാസ്റ്റ് ഈ പറയുന്ന ശിവാനിയെ ജയിലിൽ പോലീസിന് പിടിച്ചു കൊടുക്കുന്ന ആ ഒരു രംഗമൊക്കെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കുറച്ച് കഴിയണേ. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.